നല്ല നാരായം കൊണ്ട് രഘു മനസ്സിൽ കൊത്തിവെച്ചോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്താന്ന്? ഓരോരുത്തരായി സംശയം പ്രകടിപ്പിക്കുന്ന സ്ഥിതിക്ക് ഇതൊക്കെ എൻ്റെ വെറും തോന്നലായി തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ന് തന്നെ ശ്രീലക്ഷ്മിയോട് ഇത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. ആഹാ, സാർ ഇവിടെ നിൽക്കായിരുന്നോ? ദേ, അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു. ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോ കണ്ടില്ല. ഞാൻ വെറുതെ ഇവിടെ വന്നിന്ന് പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയായിരുന്നു. പഴയതായാലും പുതിയതായാലും സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ശ്രീലക്ഷ്മി. ശരിക്കും? ശരിക്കും. എന്നാലും ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? തനിക്ക് വിഷമമാരുത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കലൊക്കെ? സാറിന് എന്തോ എന്നോട് ചോദിക്കാമല്ലോ. ഞാൻ ശ്രീലക്ഷ്മിയെ രാജനന്ദിനിയായി കണ്ടിഷ്ടപ്പെടുന്നതിനോട് തന്റെ അഭിപ്രായം എന്താ? എനിക്കെന്താ അഭിപ്രായം സർ? രാജനന്ദിനി മാഡത്തിനെയല്ലേ സാർ ആദ്യമായിട്ട് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും? അതിന് എത്രയോ വർഷത്തിന് ശേഷം സാർ എന്നെ കാണുന്നത്. അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. അപ്പോ എനിക്കതിൽ മറ്റൊരു അഭിപ്രായം തോന്നേണ്ട കാര്യമില്ല. ഇപ്പൊ സാറിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്റെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയുണ്ടോ? അതെന്താണെന്ന് എനിക്കറിയാം. രേഖ മാഡത്തിന്റെ സ്വഭാവത്തിലും സംസാരത്തിലും എനിക്കെന്തെങ്കിലും വിഷമായോന്നല്ലേ? ഞാനിത് കുറേ തവണയായിട്ട് പറയാ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. ആരെന്ത് പറഞ്ഞാലും സാർ എന്നോടൊപ്പം ഇല്ലേ? സാർ തരുന്ന സ്നേഹം എന്റെ സുരക്ഷ. അതുകൊണ്ട് സാറിനതിൽ ഒരു സംശയവും വേണ്ട. രവിക്ക് എന്നോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് ഭാവം ശ്രീലക്ഷ്മിക്ക് അറിയില്ലെങ്കിലും ഈ രാജനന്ദനിക്കറിയാം. രവിയുടെ ഓരോ സംശയങ്ങളും അണുവിട മാറാതെ ഞാൻ തീർത്തു തരും, ഇന്നല്ലെങ്കിൽ നാളെ. ശ്രീലക്ഷ്മി, രവി. അതെ, അമ്മ വിളിക്കുന്നു. വല്ലതും കഴിക്കണ്ടേ? വായോ. ചായ അവിടെ വെച്ചേക്ക് സരോജം, ഞാൻ കുടിച്ചോളാം. ചൂടാറി പോകുന്നതിന് മുമ്പ് കുടിക്കേ. ചൂട് പോയി കഴിഞ്ഞ് വേറെ ഇടാനേ ഇവിടെ തേയിലും പഞ്ചസാരയൊക്കെ തീരാൻ പോവാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടരുത്. നമ്മുടെ കോളനിയിലെ സുമയില്ലേ, അവളുടെ മോളുടെ കല്യാണം പ്രമാണിച്ച് അവളുടെ വീട് മോടി പിടിപ്പിക്കാനും പെയിന്റ് അടിക്കാനും ആള് വന്നപ്പോ പെയിന്റ് അടിക്കാരോടെ ഞാൻ ഇവിടം വരെ വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
മോളുടെ കല്യാണത്തിനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് രവിസാറിന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരും. നമ്മുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊന്നും അവരെ അറിയിക്കേണ്ട. അവരറിയേണ്ട കാര്യമില്ല. മാത്രല്ല, ചിട്ടിക്ക് ചേർന്നിട്ടോ ഇൻസ്റ്റാൾമെന്റിലോ നമുക്കൊരു ഊണുമേശ കൂടി വാങ്ങണം. എന്നിട്ട് രാമുവിന്റെ കാലത്തുള്ള ഇതങ്ങെടുത്ത് മാറ്റണം. പണ്ടൊക്കെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ മോള് വഴി വലിയൊരു ബന്ധമുണ്ട് നമുക്ക്. 10 പേരോട് അഭിമാനത്തോട് പറയാൻ ബന്ധുക്കളും ഉണ്ട്. അവരുടെ നിലയും വിലയും കൂടി നമ്മൾ നോക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ മോക്കാ നാണക്കേട്. അതെ, ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് സംസാരിച്ചിട്ട് അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? ഓ, ഈ പഴഞ്ചൻ വീടെന്തിനാ മോടി പിടിപ്പിക്കുന്നതെന്നാണോ? ഹാ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കടങ്ങളൊക്കെ തീരട്ടെ. എന്നിട്ട് നമുക്ക് ഇതങ്ങ് വിൽക്കാം. വേറെ എവിടെയെങ്കിലും നല്ലൊരു വീട് വാങ്ങാം. ആ, അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ പോയി നീ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും. വീട് വിൽക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടായില്ല അല്ലേ? ദേ, ഞാൻ വെറുതെ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞതാ കേട്ടോ. ഇത്രയും നാള് ജീവിച്ച ഈ വീടുപേക്ഷിച്ച് നമുക്ക് എങ്ങോട്ടും പോവണ്ട. മരണം വരെ നമുക്കിവിടെ മതി. മരിച്ചു കഴിയുമ്പോ അണിയിച്ചൊരുക്കി തലക്കിൽ വിളക്കം വെച്ച് ഇവിടെ വേണം തെക്ക് വടക്ക് കിടക്കാൻ. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈ വീട്ടിലാണ് നമ്മൾ അനുഭവിച്ചത്. ഇതാ നമ്മുടെ സ്വർഗം. സുദർശൻ ചേട്ടാ, വാ, ഇരിക്കാം. ഇത് കഴിഞ്ഞ ദിവസം വന്നവരാണല്ലോ. സരോജം, ആ, ഇങ്ങ് വന്നേ. സരോജം, അലമാരിയിൽ നിന്ന് ഈ വീടിന്റെ ആധാരം എടുത്തോണ്ട് വാ. ആധാരോ? പോയിട്ട് വാ. ആ ശരി. ദാ ശ്രീടച്ചാ, നിങ്ങൾ രണ്ടാളും ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരണം. ഒപ്പിടാനോ? എന്തിന്? ദേ, ഒരു മിനിറ്റ്. ആ, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ. വാ. എന്താ പ്രശ്നം? ആ, എന്താ? സരോജം, ദാ ഈ പേപ്പറിൽ നീ ഒന്ന് ഒപ്പിട്ടേ. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം. എന്താ അച്ഛാ, വീട് പണയം വെക്കാനാണോ? ഇപ്പൊ എന്തിനാ അത്യാവശ്യമായിട്ട് വീട് പണയപ്പെടുത്തുന്നത്? അതൊക്കെ വഴിയെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ? നീ ഇതൊന്ന് ഒപ്പിട്. അവരെ എനിക്ക് പറഞ്ഞു വിടണം. വീട് പണയം വെക്കുന്നതിന് എന്റെ ഒപ്പം എന്തിനാ ശ്രീടച്ചാ? ഞാൻ പറയുന്ന ഒരു കാര്യമെങ്കിലും എതിര് പറയാതെ നീ ഒന്ന് അനുസരിക്കും സരോജം. എന്തെങ്കിലും ചോദിച്ചാൽ തെളിച്ചൊരു ഉത്തരം പറയില്ല. ഉണ്ടോ? ഇതാ വാസ്തവം സാറ്. ഞാൻ ഈ തരുന്നത് കേവലം ഒരു വീടിന്റെ ആധാരമല്ല, ഒരു മനുഷ്യായുസിന്റെ കഷ്ടപ്പാടും സ്വപ്നങ്ങളുമാണ്. വിഷമിക്കാതെ സുദർശൻ ചേട്ടാ, ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നല്ലോ, നമ്മൾ കൊണ്ടുപോവുകയില്ല. ദേ, ഇതങ്ങോട്ട് വാങ്ങിച്ചേ.
പറഞ്ഞ കാശുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താം. ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് വാങ്ങിച്ചേ. അപ്പോ പേപ്പേഴ്സും ഒപ്പും എല്ലാം കൃത്യമാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ വീടൊഴിഞ്ഞ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നാളെ തന്നെ തുടങ്ങാമായിരുന്നു. ശരി സാർ, ഇന്ന് തന്നെ ഞങ്ങൾ മാറിത്തരാം. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇന്ന് കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയെല്ലാം 2 ദിവസത്തിനുള്ളിൽ മാറ്റിക്കൊള്ളാം. മതി, ധാരാളം മതി. എങ്കിൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ശരി എന്നാ. ശരി. ശ്രീടച്ച, സത്യം പറ, നമ്മൾ എന്തിനാ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നത്? അതുമല്ല, അവരെന്തിനാ ഇത്രയും കാശ് നിങ്ങക്ക് തന്നത്? നമ്മുടെ ഈ വീട് ഞാൻ വിറ്റു സരോജം. എന്റെ കരിക്കൂത്തിയമ്മേ, നിങ്ങൾ എന്താ പറഞ്ഞത്? വീട് വിറ്റുന്നോ? എന്തിനാ? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അതെന്താ എനിക്ക് മനസ്സിലാവാത്തത്? എപ്പോഴത്തെ പോലെ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട. എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകെ ഉണ്ടായിരുന്ന ഈ വീട് വിറ്റ് തൊലച്ചിട്ട് നിങ്ങളിനി എന്ത് ചെയ്യാനാ പോകുന്നത്? ഇതിനാണല്ലേ അന്ന് അവര് വന്ന ദിവസം എന്നെ മനഃപൂർവ്വം മാർക്കറ്റ് പറഞ്ഞയച്ചത്? എവിടേക്ക് പോയാലും വന്ന് തലചായ്ക്കാൻ ഒരു കൂരയുള്ളതായിരുന്നു ആകെയുള്ള ഒരു സമാധാനം. ഇപ്പൊ അത് നശിപ്പിച്ചു. മോളുടെ കല്യാണ ആവശ്യത്തിന് പോലും ചെയ്യാത്ത ഈ കാര്യം ഇപ്പൊ എന്തിനാ ചെയ്തത്? എന്താ നിങ്ങക്ക് കാശിന് ഇത്ര അത്യാവശ്യം? എനിക്കത് അറിഞ്ഞേ പറ്റൂ. നിനക്കെന്താ അറിയണ്ടേ? എനിക്ക് കാശ് എന്തിനാ അത്യാവശ്യമൊന്നല്ലേ? എന്താ കേട്ടോ, എനിക്കല്ല അത്യാവശ്യം, എന്റെ മോൾക്കാ, നമ്മുടെ മോൾക്ക്. അവളുടെ സമാധാനത്തിന്റെ വിലയാ ഇരിക്കുന്നത്. എന്റെ മോൾക്കൊന്നും കൊടുക്കാത്തതിന്റെ പേരിൽ ഇനി ഒരിക്കൽ പോലും ആ വീട്ടിൽ ആരുടെ മുൻപിലും എന്റെ മോള് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരരുത്. അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായെന്ന് അവള് നിങ്ങളോട് പറഞ്ഞോ? സ്ത്രീധനം വേണമെന്ന് രവി സാറ് നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഗായത്രി അമ്മ ചോദിച്ചോ? ഇതൊന്നുമല്ല, നിങ്ങളുടെ ദുരഭിമാന ഇത്. അതെ, എന്റെ മോള് ചെന്ന് കയറിയ വീട്ടിൽ ഒരധിക പറ്റാവുന്നതും കുറ്റക്കാരിയാവുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ അവളുടെ അച്ഛനോ? ഒരച്ഛന്റെ നിർബന്ധത്തിന് നിനക്ക് ദുരഭിമാനമാണെന്നാണ് വിളിക്കാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് യാതൊരു വിഷമവുമില്ല. അന്ന് അവിടുത്തെ രേഖാമാടം പറഞ്ഞൊക്കെ നീയും കേട്ടതല്ലേ? അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായത്. മതി നിങ്ങളുടെ പ്രസംഗം. മോൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതിനപ്പുറം ഒരു ആയുസ് മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ വിലയായത്. ചോര വിയർപ്പാക്കി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മറന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ വീട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പണയം വെക്കോ വിൽക്കോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് കുറച്ച് കൂടിപ്പോയി. ഇതിനേക്കാൾ അത്യാവശ്യമുള്ള സമയത്ത് പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനേക്കാൾ എന്ത് അത്യാവശ്യമാണ് സരോജം? ഞാനിത് സന്തോഷത്തോടെ ചെയ്തെന്നാണോ നീ കരുതിയിരിക്കുന്നത്?
ഇനി എങ്ങോട്ട് പോണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ പറഞ്ഞതൊക്കെ നിന്റെ ശരികളും ഞാൻ ചെയ്തതൊക്കെ എന്റെ തീരുമാനങ്ങളുമാണ്. എന്നാലും ശ്രീടച്ച, നമ്മുടെ മോള് കളിച്ചു വളർന്ന ഈ വീട് ഇനി വേറൊരാടെയാന്ന് ആലോചിക്കുമ്പോ ആ മോൾക്ക് വേണ്ടി തന്നെയല്ലേ സരോജം ഞാനിത് ചെയ്തത്. എനിക്കെന്തോ നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനേ രവിസാറിനെ മോളെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. സംസാരിച്ചു. പക്ഷേ അവരിതറിഞ്ഞ് കഴിയുമ്പോ നീ നേരത്തെ പറഞ്ഞ പോലെ തലയ്ക്ക് വെച്ച നിലവിളക്കുമായി തെക്ക് വടക്ക് കിടക്കും ഞാനിവിടെ. എന്താ അത് കാണണോ നിനക്ക്? നമ്മളിങ്ങനെ ചെയ്തുവെന്ന് തൽക്കാലം മോളും രവിസാറും അറിയണ്ട. അറിഞ്ഞാൽ അവരിതിന് സമ്മതിക്കില്ല. അപ്പോ നമ്മൾ ഇനി എങ്ങോട്ട് പോകും? ആദ്യം നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് ഇനി കൂടുതൽ നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആകെയുള്ളത് മനോബലമാ. അതോടി നഷ്ടായ പിന്നെ ഒരു മുഴം കയറിന്റെ ആവശ്യമേ നമുക്കുണ്ടാകൂ. അതൊരു പക്ഷേ നമ്മുടെ മോൾക്ക് സഹിക്കാൻ പറ്റിയിട്ട് വരില്ല. വിവാഹം കഴിഞ്ഞ ആണുങ്ങളെ ലേസി ആവുന്ന് ഞാൻ കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സാറും ഇങ്ങനെ ലേസി ആവുന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ലേറ്റായി എണീക്ക, ലേറ്റായി റെഡി ആവുക, പുതിയ ശീലങ്ങളാണല്ലോ സർ. അതെ, പുതിയ ശീലങ്ങളാണ്. ഒരു പരിധിവരെ താനാണ് അതിന് കാരണം. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്ന്? ഒരു നിശ്ചിത സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ ശേഷം അർദ്ധരാത്രി മുതൽ നേരം വെളുക്കുന്നത് വരെ തന്നോട് ഫോണിൽ സംസാരിക്കുകയും തന്നെ ഓർത്ത് നടക്കുകയും ചെയ്യുന്നു. ഇപ്പോ അത് ശീലമായി. ഓഹോ, ഇപ്പൊ ഞാൻ അടുത്തുണ്ടല്ലോ, അപ്പൊ നേരത്തെ ഉറങ്ങിക്കൂടെ? അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആദ്യം തന്നെ കണ്ടൊന്ന് കൊതി തീരട്ടെ. ഓരോ തവണ തന്നെ കാണുമ്പോഴും എന്തോ വല്ലാതെ ആകർഷിക്കപ്പെടുന്ന പോലെ. എന്നാലേ എന്നെ ഇവിടുത്തെ കുറെ ഘടകങ്ങള് ആകർഷിക്കുന്നുണ്ട്. ഈ വീട്, ചുറ്റുപാട്, ഇവിടുത്തെ അമ്മ, രഘു സാറ്, രേഖ മാഡം, എല്ലാം. പക്ഷേ കൂടുതൽ ആകർഷിക്കുന്നത്